സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തും. കടവന്ത്ര സ്വദേശിനി 73-കാരി സുഭദ്രയെ കഴിഞ്ഞ 4-ാം തീയതിയാണ് കാണാതായത്. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇത്തരമൊരു സംശയം, ഈ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയതായിട്ടുള്ള സംശയമാണ്. ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഏതെങ്കിലും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് അന്വേഷണം നടത്തുന്നത്? തീർച്ചയായിട്ടും തോമ, അത്തരത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. കടവന്ത്ര സ്വദേശിയായ സുഭദ്രയാണ് കഴിഞ്ഞ 7-ന് ഇവരെ കാണാതായത്. പിന്നീട് 73-കാരിയെ കഴിഞ്ഞ 4-ാം തീയതിയാണ് 73 വരെയെ കാണാതായത്. പിന്നീട് 6-ാം തീയതിയോടെ സുഭദ്രയുടെ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ 8-ാം തീയതി സുഭദ്ര ആലപ്പുഴ കാട്ടൂർ കോത്തശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുഭദ്രയെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരാൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. കസ്റ്റഡിയിലായ ആളുടെ വിശദാംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അല്പസമയം മുമ്പ് ആലപ്പുഴ ഡിവൈഎസ്പി നടത്തുന്ന സംഘം കോർട്ടശ്ശേരിയിൽ ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടി എന്ന് സംശയിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ മണ്ണ് നീക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടവന്ത്ര സ്വദേശിനിയായിട്ടുള്ള സുഭദ്ര എങ്ങനെയാണ് ഈ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ എത്തിയത്? മാത്രമല്ല, ഈ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് പറയുന്നു. ഈ സുഭദ്രയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ മറ്റോ അടുപ്പമുള്ളവരാണോ ഈ കസ്റ്റഡിയിലുള്ള വ്യക്തി? ഒരു വിശദാംശങ്ങളും പോലീസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. കോട്ടശ്ശേരി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പറമ്പിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കസ്റ്റഡിയിലുള്ളത് ആരാണ് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പെട്ടെന്നാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നതായുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ പോലീസിന് ശരണ്യ, പോലീസ് ഇപ്പോൾ സ്ഥലത്ത് മണ്ണ് കുഴിച്ചെടുത്ത് അവിടെ കുഴിയെടുത്താണ് പരിശോധന നടത്തുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് ഈ വയോധികയെ സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയത് എന്ന് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അവിടെ പരിശോധന നടത്തുന്നത്. ശരണ്യ, തോമ, ഈ 50% മേൽ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാരണം ഈ കസ്റ്റഡിയിലുള്ള ആളുടെ മൊഴി പ്രകാരമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങൾ വേണമെങ്കിൽ സുഭദ്ര അത്തരത്തിൽ അവിടെ കുഴിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതായുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരണ്യ, ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുന്നത് ഏതാണ്ട് 2 മാസം മുൻപ് ആലപ്പുഴയിൽ കല എന്ന യുവതിയെ കൊന്നുകുഴിച്ചുമൂടിയ സംഭവമാണ്. കാരണം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കേസിന്റെ ചുരുളഴിയുന്നത്. ഈ കൊലപാതകത്തിന്റെ വിവരം പോലും പുറംലോകം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിഗമനം തെറ്റില്ലായിരിക്കാം. അത്തരമൊരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കലയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇവിടെയും പോലീസിന് ഒരു കൃത്യമായ വിവരങ്ങൾ തന്നെ ലഭ്യമായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഏകദേശം, അതായത് ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. ആരുടെയും അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. ഈ സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. അയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ, അതായത് കസ്റ്റഡിയിലുള്ള ആൾ പറഞ്ഞ കാര്യങ്ങൾ ിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ഈ പരിശോധന പൂർണ്ണമാകണം. എന്തായാലും ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയതായി സംശയം. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. കടവന്ത്ര സ്വദേശിനി 73-കാരി സുഭദ്രയെ കഴിഞ്ഞ 4-ാം തീയതിയാണ് കാണാതായത്. സുഭദ്രയെ കൊന്ന് കുഴിച്ചുമൂടിയതായി പോലീസിന് വിവരം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
സ്പീക്കറുടെ പ്രസ്താവന